അപ്പോൾ എടോ കുരായണം ചേച്ചി, അപ്പോൾ ഞാൻ തന്നെ ചേച്ചി എന്ന് വിളിച്ചുമ്പോൾ ഈ വ്യാപക വിമർശനം പരക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രീനിത എന്ന് പറയുന്ന പെൺകുട്ടി എനിക്കൊന്ന് താങ്കൾ ലൈം ലൈറ്റിലായിട്ട് ഇപ്പോൾ കുറച്ച് 8 മാസമായോ? 1 വർഷമായി. 1 വർഷമായോ? ആ 4 മാസം ഇവിടെ പോയി ഞാൻ കൊണ്ട് കളഞ്ഞു. അപ്പോൾ ആ 1 കൊല്ലത്തിനിടയിൽ വഴിയിലങ്ങനെ പിടിച്ചു നിർത്തി, കല്യാണത്തിന് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിടിച്ചു നിർത്തി, കൊച്ചായി നിർത്തിക്കൊള്ളണം എന്നങ്ങനെ ആരെല്ലാം പറഞ്ഞായിരുന്നു? ഇല്ല, ഭയങ്കര സ്നേഹമാണ്. ഇപ്പം നമ്മൾ സംസ്ഥാന സമ്മേളനത്തിന് കണ്ടപ്പം ആഷ്മി പറഞ്ഞ പോലെ തന്നെയാണോ അവസാനം? ഉമ്മയൊന്നും തന്നിട്ടില്ല കേട്ടോ. അല്ല, അത് ഞാൻ പറഞ്ഞില്ല. ഇപ്പം ഞാൻ ഇടയ്ക്ക് ജോഗിങ്ങിനൊക്കെ പോവാറുണ്ട്. അപ്പോൾ ഇനി വലിയാനോ? അല്ല, മെലിയലും മാത്രമല്ല, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ. ഓക്കെ. അപ്പോൾ ഒരുപാട് അങ്കിളുമാർ അവർ എന്നും വരുന്നതാണ്. അപ്പോൾ അവർ ഓടി വന്ന് സംസാരിച്ച് മോളെ കാണാറുണ്ട്. പിന്നെ ഒരു തവണ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ അവർ റെസ്റ്റോറൻറ്റിൻ്റെ റിവ്യൂ കൊടുക്കാനൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മളൊരു അധോലോകമായി മാറിയിരുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും ഒന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു കുറച്ച് 4-5 മാസമായിട്ടാണ് ഇത്രയും മീൻസ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്നത് ഭയങ്കരമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. എനിക്ക് ആ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല, അത് ശ്രീനിധയ്ക്ക് എങ്ങനെ ആ മാറ്റം ഫീൽ ചെയ്യുന്നു എന്ന് വെച്ചാൽ നടക്കുമ്പോഴൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് നടക്കാൻ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല കേട്ടോ. ഞാൻ സംസ്ഥാന സമ്മേളനത്തിന് ഡാൻസ് കളിച്ചപ്പോഴേ ആ കോസ്റ്റ്യൂം ഡാൻസ് കളിച്ചിരുന്നോ? അല്ല, ഞാൻ ചുമ്മാ ചോദിച്ചാ അല്ലേ. നിങ്ങളോട് അല്ലേ കളിച്ചത്? നിങ്ങൾ ഒന്നിച്ച് കളിച്ചു. മാത്രമല്ല അന്ന് എന്ത് പറ്റിയറിയോ, നിങ്ങളെല്ലാം ഈ വേഷഭൂഷാദികളുമായിട്ട് വന്നപ്പോഴേ നിങ്ങൾ അതാണ് ഞാൻ പറയാ. അങ്ങനെ നടന്നപ്പോ ഒരാളും മൈൻഡ് ആക്കില്ല. ഞാനിങ്ങനെ ചിരിച്ചു കിടക്കാം, ആരവള് അങ്ങനെയായിരുന്നു, മനസ്സിലാവുന്നില്ല. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോ മനസ്സിലായി ആൾക്കാർക്ക്. ഓക്കെ, അത് അങ്ങനെയാണ് അതിന്റെ കാര്യം.